വണക്കം. അങ്ങനെ ഇന്ന് സൂക്ഷ്മദർശിനി എന്ന സിനിമയാണ് കണ്ടത്. ഡയറക്ടർ MC ജിതിൻ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നസ്രിയ നാസിം, ബേസിൽ ജോസഫ്, സിദ്ധാർത്ഥ് ഭരതൻ, ദീപക് പറമ്പ്, അഖില ഭാർഗവൻ, പൂജ മോഹൻരാജ്, മെറിൻ ഫിലിപ്പ്, അഭിറാം തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയുടെ തുടക്കം മുതൽ തന്നെ ഈ ഒരു അയൽക്കൂട്ടം ചർച്ചാ സെറ്റപ്പിലുള്ള കുറച്ച് പെണ്ണുങ്ങൾ അപ്പോൾ ആ പെൺകുട്ടികളുടെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങളും കാര്യങ്ങളും അവരുടെ ആ ഒരു അയൽപക്ക ഗ്രൂപ്പും ഇങ്ങനെയൊക്കെയുള്ളൊരു ഒരു ഏരിയ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ നായികയായിട്ടുള്ള നസ്രിയയുടെ ആ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടെത്തിക്കുകയും പിന്നീട് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവവും എല്ലാം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് കാണിച്ചു തരും. ആ ഒരു രീതിയിൽ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെയും കറക്റ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയും പിന്നീട് അങ്ങോട്ട് കഥയിൽ ഒരു പ്രത്യേക ഏരിയ എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഒരു താളം തിരിഞ്ഞ് പടത്തിൽ എവിടേക്കോ ചില മിസ്റ്ററീസ് കീപ്പ് ചെയ്ത് പിന്നീട് ടോട്ടലി സിനിമയിൽ ആ ഒരു ക്യൂരിയോസിറ്റി ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് ഒരു ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാൻ ടീമിന് സാധിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്യൂരിയോസിറ്റി എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് വന്നുകൊണ്ട് മൂവി ഇങ്ങനെ പതിയെ പോകും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ടോട്ടലി ഒരു സ്ലോ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ പോകും. ഇതെന്താണ് സംഭവിക്കാൻ പോണത്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നമുക്കൊരു തുടക്കത്തിലേ ഒരു ഫീലിങ്ങിന് ഇട്ട് തരും. പക്ഷേ നമ്മളിങ്ങനെ നോക്കിയിരിക്കും തോറും ഇങ്ങനെ പതുക്കെ കാര്യങ്ങൾ മൂവ് ആവുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ബോറാവൂ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പതുക്കെ കഥയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ട് പിന്നീട് അങ്ങോട്ട് ആ ഒരു താളം പതുക്കെ കൊട്ടി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് അതിങ്ങനെ മുറുകുന്നുണ്ട്. ആ താളം കൊട്ടി മുറുകി അവസാനമാകുമ്പോഴത്തേക്ക് ഒരു കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ സെറ്റപ്പും കൊണ്ടുവന്ന് അങ്ങോട്ട് വെച്ചിട്ട് അവിടെ ഇങ്ങോട്ട് കിടന്ന ഒരു തിരിഞ്ഞുകളുണ്ട്. ഫുള്ളങ്ങോട്ട് മൊത്തം കറക്കി എടുത്തൊരു പരിപാടി. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റേഴ്സ് അതുൽ രാമചന്ദ്രൻ, ലിപിൻ, പിന്നെ നമ്മുടെ ഡയറക്ടറായിട്ടുള്ള MC ജിതിൻ, ഇവർക്ക് 3 പേർക്കുമാണ് റൈറ്റിംഗ് ക്രെഡിറ്റ്സ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. എനിവേ സ്റ്റാൻഡേർഡ് ഉള്ളൊരു തിരക്കഥ, അതായത് പതിയെ കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത് ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് അവരെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം പതുക്കെ കഥയിൽ ചെറിയൊരു വഴിത്തിരിവ്, ആ വഴിത്തിരിവ് എന്താണ് ഏതാണ് എന്നൊരു പിടി തരാതെയുള്ള ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു റൈറ്റിംഗ്. മനോഹരമായിട്ട് ആ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ ഈ സിനിമയുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് വീടുകൾക്കുള്ളിൽ മാത്രം കിടന്ന് കറങ്ങുകയാണ്. വളരെ ചെറിയൊരു ചുറ്റുവട്ടത്ത് നടക്കുന്ന, എന്നാൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന, എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ കുറ്റങ്ങൾ പറയുന്ന ചില CCTV മനുഷ്യരുണ്ടാവില്ലേ, അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇവിടെ. പക്ഷേ ഇത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ഒരു സംശയം ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതെപ്പോഴും നന്നായിട്ട് തന്നെ വരും. ബട്ട് നമ്മുടെ നാട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന സൂക്ഷ്മദർശിനികൾ എങ്ങനെയെങ്കിലും ഒരാളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ്. ബട്ട് ഇവിടെ അതൊരു പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുവരും. ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരുന്ന ചില കാര്യങ്ങൾ ടോട്ടലി ഓഡിയൻസിനെ സെക്കൻഡ് ഹാഫിൽ ഞെട്ടിക്കാനുള്ള കുറേ ഐറ്റങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. സീരിയസ്ലി ഈ ഒരു സിനിമയുടെ റൈറ്റിംഗ് അതിഗംഭീരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ റൈറ്റിങ്ങിൻ്റെ ഗുണം അതിൻ്റെ മേക്കിങ്ങിലും കാണാനുണ്ട്. MC ജിതിൻ പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഈ റൈറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളെ മനോഹരമായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പെർഫോമൻസുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നസ്രിയ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ ആ ഒരു ആ ക്യാരക്ടറിനുള്ള കുറേ ക്യൂരിയോസിറ്റീസും പിന്നെ ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. സോ അവിടെ നിന്ന് അവരുടെ ഒരു ക്യാരക്ടറിനുള്ളൊരു അത്യാവശ്യം മെച്ചുവേർഡായിട്ടുള്ളൊരു ലെവലിൽ അത് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദീപക് പറമ്പോൾ, മെറിൻ ഫിലിപ്പ്, ആതിര രാജീവ്, പൂജ മോഹൻരാജ്, സിദ്ധാർത്ഥ് ഭരതൻ, ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് വൈസ് ഭയങ്കര രസമായിരുന്നു. പിന്നെ ബേസിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു ക്യാരക്ടറിന് ഒരു പിടുത്തം തരാത്ത രീതിയിൽ നമ്മളെങ്ങനെ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ചില സംഭവങ്ങൾ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ അത് നൈസായിട്ട് പുള്ളിക്കാരെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ നിലനിർത്തുന്ന ഒരു ക്യൂരിയോസിറ്റി, അതാണ് ആക്ച്വലി ഈ സിനിമയിലെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. ആ ക്യൂരിയോസിറ്റി എവിടെയും നമ്മളെ കൊണ്ട് നഷ്ടപ്പെടുത്താതെ നമ്മൾ തിങ്ക് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളിലേക്ക് മാറ്റി പിടിച്ചിങ്ങനെ കൊണ്ടുപോയി ഒടുവിൽ ആക്ച്വലി എനിക്കെൻ്റെ ഒരു പ്രൊഡിക്ഷൻ ലെവൽ ഏകദേശമൊക്കെ ആയപ്പോഴത്തേക്ക് കിട്ടി. എന്നിരുന്നാൽ പോലും ആ ഒരു ടോട്ടൽ അവസാനം ഇങ്ങനെ കൊണ്ടുവന്നൊരു കലാശക്കൊണ്ടുണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ട് അതൊരു എൻഗേജ് എലമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. സോ ആക്ടേഴ്സ് എല്ലാവരും അവരവരുടെ പെർഫോമൻസ് ഏരിയാസൊക്കെ വളരെ നൈസായിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റോ സേവിയറാണ് സിനിമയ്ക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. എനിവേ അത് ചിലയിടങ്ങളിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുത്തു, ചിലയിടങ്ങളിലൊന്നല്ല ടോട്ടലി എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇൻ്റർനാഷണൽ മൂവിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു റേഞ്ചിൽ അതിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ചിലയിടങ്ങളിലൊക്കെ ഉള്ള വയലിൻ വെച്ചൊക്കെട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര രസമാണ്.
അതൊരു ക്യൂരിയോസിറ്റി നമ്മളെ കറക്റ്റായിട്ട് സ്റ്റോറിയിലുള്ള ആ ഒരു ക്യൂരിയോസിറ്റി ഓഡിയൻസിൻ്റെ മനസ്സിലൂടെ ആ മ്യൂസിക്കിലൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊണ്ടുപോകും. അത് ഭയങ്കര രസമായിട്ടാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. BGM ഒക്കെ അടിപൊളി വർക്കൗട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എനോല ഹോംസിൻ്റെ ഒരു മലയാളം വെർഷൻ, ഒരു ഫാമിലി വേർഷൻ എടുത്തു വെച്ചാൽ എങ്ങനെയിരിക്കും? സോ അത് തന്നെയാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ എനോല ഹോംസിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റും കറക്റ്റായിട്ട് ഇവിടെ നസ്രിയയ്ക്ക് അതുപോലത്തെ ഒരു ക്യാരക്ടർ ആർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ടോട്ടലി പടം നല്ല എൻഗേജിങ് ആവുന്നുണ്ട്, ത്രില്ലിങ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിലേക്ക് ഇനി എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്പോയിലറായി മാറും. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. സോ സിനിമയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കിഡിലോസ്കി ഗംഭീര പടമാണ്, ഒരു നല്ല കിഡിലൻ ത്രില്ലർ മൂവിയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇനി എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായി പോകും. എനിവേ അഭിപ്രായങ്ങൾ വ്യക്തിപരം, സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടു വിലയിരുത്തുക. ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ റോസ്റ്റിംഗ് വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റു വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും